ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ 87 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. തുടർന്ന് 88-ാമത്തെ ശ്ലോകം. സുലഭ സുവ്രത സിദ്ധ ശത്രുജിത് ശത്രുതാപനഃ ന്യഗ്രോധോദുംബരോശ്വത്ഥ ചാണൂരാന്ധ്രനിഷൂദനഃ. സുലഭ സുവ്രത സിദ്ധ ശത്രുജിത് ശത്രുതാപനഃ ന്യഗ്രോധോദുംബരോശ്വത്ഥ ചാണൂരാന്ധ്രനിഷൂദനഃ. ഈ ഒരു ശ്ലോകത്തിൽ സുലഭ, സുവ്രത, സിദ്ധ, ശത്രുജിത്, ശത്രുതാപനഃ, ന്യഗ്രോധഃ, ഉദുംബരഃ, അശ്വത്ഥഃ, ചാണൂരാന്ധ്രനിഷൂദനഃ. ഇങ്ങനെ 9 പേരുകളാണ് ഉള്ളത്. ഇവിടെ ന്യഗ്രോധോദുംബര എന്നുള്ളിടത്ത് സാമാന്യ പാണിനീയ നിയമമനുസരിച്ച് ഒരു കാരണവശാലും ന്യഗ്രോധ അധികം ഉദുംബര എന്നുള്ളത് ന്യഗ്രോധോദുംബര എന്നാവില്ല. അപ്പൊ വേറെ തന്നെ നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ഒരു സന്ധി ന്യഗ്രോധോദുംബര എന്ന സന്ധി അർഷമാണെന്ന് മനസ്സിലാക്കണം, അർഷപ്രയോഗമാണെന്ന് മനസ്സിലാക്കണം. പാണിനീയം അനുസരിച്ചുള്ളതല്ല, അർഷപ്രയോഗമാണ്. അതിലാദ്യം സുലഭ, സുലഭനായവൻ, അനായാസേന സുഖകരമായി ലഭിക്കത്തക്കവൻ. ആരെ ലഭിക്കുന്നത് വളരെ എളുപ്പമാണോ അവൻ. ഇവിടെ ഓർമ്മിക്കുക, സഹസ്രനാമങ്ങളിൽ അനേക നാമങ്ങൾ ഭഗവാന്റെ ദുർഗ്രാഹ്യത്വം, ദുർലഭത്വം വെളിപ്പെടുത്തുന്നവയുണ്ട്. അത് മറ്റൊരു ദൃഷ്ടിയിൽ. ഇവിടെ സുലഭ എന്ന് പറയുന്നത് മറ്റൊരു ദൃഷ്ടിയിൽ. അതായത് ശുദ്ധമായ ഭക്തി കൊണ്ട് അനായാസേന ലഭിക്കത്തക്കവൻ. ഭക്തിയാ ത്വനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഹേ അർജുന, അനന്യഭക്തി കൊണ്ട് എന്നെ നേടാൻ കഴിയും, എന്നെ അറിയാൻ കഴിയും, എൻ്റെ സ്വരൂപത്തിൽ പ്രവേശിക്കാൻ കഴിയും എന്നൊക്കെ അർത്ഥം. അപ്പൊ ഭക്തിയിലൂടെ ലഭിക്കത്തക്കവൻ. ഭഗവത് ഉപാസന കേവല ഭക്തി കൊണ്ട് തന്നെ സഫലമാകുന്നതാണ്. അവിടെ വിവിധങ്ങളായ വസ്തുക്കളുടെ ധാരാളിത്തമോ ക്രിയകളുടെ ബാഹുല്യമോ ഒന്നുമല്ല ഭഗവത് ലബ്ധിക്ക് കാരണം. മറിച്ച് പരിശുദ്ധമായ നിഷ്കപടമായ
നിഷ്കളങ്കമായ ഭക്തി മാത്രമാണ്. അതുകൊണ്ട് ഭക്തിയിലൂടെ അനായാസേന ലഭിക്കത്തക്കവനാണ് സുലഭ. ഭഗവാൻ ഭാഷ്യകാരൻ പറയും, പത്രപുഷ്പഫലാദിഭിः ഭക്തിമാത്ര സമർപ്പിതൈः സുഖേന ലഭ്യത ഇതി സുലഭഃ. പത്രം, പുഷ്പം, ഫലം തുടങ്ങിയവ ഭക്തിപൂർവം സമർപ്പിക്കപ്പെടുമ്പോൾ തന്നെ അനായാസേന ലഭിക്കത്തക്കവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ സുലഭനാണ്. അവിടെ ഒരു മഹാഭാരത വാക്യം ഉദ്ധരിക്കുകയാണ്. പത്രേഷു പുഷ്പേഷു ഫലേഷു തോയേഷു അക്രീതലഭ്യേഷു സദൈവ സത്സു ഭക്ത്യൈകലഭ്യേ പുരുഷേ പുരാണേ മുക്തിയൈ കഥം ന ക്രിയത്തെ പ്രയത്നഃ എന്ന മഹാഭാരത വാക്യം ഇവിടെ ഭാഷ്യകാരൻ സമുദ്ധരിക്കുന്നുണ്ട്. ഒരു ചെലവും ഇല്ലാതെ നേടാവുന്ന ഇലകളും പൂക്കളും പഴങ്ങളും വെള്ളവും കൊണ്ട് തന്നെ ലഭിക്കത്തക്കവനാണ് ഈശ്വരൻ. അവിടെ ഭക്തി മാത്രം മതി. എന്നിട്ടും എന്തുകൊണ്ടാണ് ജനങ്ങൾ ഭക്തിപൂർവം ഈശ്വരപ്രാപ്തിക്ക് പരിശ്രമിക്കാത്തത് എന്ന ഒരു ചോദ്യം ഇവിടെ ഉദ്ധരിക്കുകയാണ്. സുലഭ എന്നർത്ഥം. സുവ്രത, നല്ല വ്രതത്തോടു കൂടിയവൻ. നല്ല വ്രതത്തോടു കൂടിയവൻ എന്ന് പറഞ്ഞാൽ സത്യം, ധർമ്മം, സ്വാധ്യായം എന്നിവയിൽ ഉറച്ചു നിൽക്കുന്നവൻ. അഥവാ തന്നെ ആശ്രയിച്ച ഭക്തരെ സംരക്ഷിക്കുക എന്ന മഹാവ്രതം ദീക്ഷിച്ചവൻ. വാൽമീകീയ രാമായണത്തിൽ ശ്രീരാമന്റെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്. സകൃതേവ പ്രപന്നായ തവാസ്മീതി ച യാചത്തെ അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതത് വ്രതം മമ എന്ന്. ഒരിക്കലെങ്കിലും എന്നെ സമാശ്രയിച്ച, ഒരിക്കലെങ്കിലും ഞാൻ നിന്റേതാണെന്ന് വെളിപ്പെടുത്തിയ വ്യക്തിയുടെ വിഷയത്തിൽ എല്ലാ ഭയങ്ങളിൽ നിന്നും അവനെ ഞാൻ സംരക്ഷിക്കും. ഇതെന്റെ വ്രതമാണ് എന്ന്. ഇതാണ് വ്രതം. ഇപ്പൊ ഭക്തരക്ഷണം എന്ന മഹാവ്രതം സ്വീകരിച്ചിരിക്കുന്നവനാരോ അവൻ സുവ്രത. സുവ്രത. ഭാഷ്യകാരൻ പറയുകയാണ്, ശോഭനം വ്രതയതി ഭുങ്ക്തേ ഭോജന നിവർത്തതേ ഇതിവാ സുവ്രത. ശോഭനമായ നല്ല വ്രതത്തോടു കൂടിയവൻ. വ്രതയതി, വ്രതയതി എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നു എന്നർത്ഥം. അപ്പൊ നല്ലത് ഭക്ഷിക്കുന്നവൻ, ഭക്തിപൂർവം സമർപ്പിക്കപ്പെട്ടതിനെ ഭക്ഷിക്കുന്നവനാരോ അവൻ സുവ്രത. അഥവാ മറ്റൊരർത്ഥം ഭാഷ്യകാരൻ പറയാണ്, ഭോജന നിവർത്തതേ, തൻ്റെ വ്രതത്തിന്റെ ഭാഗമായിട്ട് ഭോജനത്തിൽ നിന്ന് പിന്തിരിയുന്നവനാരോ അവനും സുവ്രതനാണ്. തീർത്തും വിപരീത അർത്ഥങ്ങളാണ് അവിടെ ഭാഷ്യകാരൻ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് ഭക്തരക്ഷണം എന്ന മഹാവ്രതം സ്വീകരിച്ചവൻ എന്ന് എടുത്താൽ എളുപ്പമായി. തുടർന്ന് സിദ്ധ. സിദ്ധ, എല്ലാം സിദ്ധമായവൻ. അവിടെ സിദ്ധമാവാത്തതൊന്നുമില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം തുടങ്ങിയ സകല പ്രതിഭാസങ്ങളും ആരുടെ സിദ്ധിയാൽ നടക്കുന്നുവോ അവൻ സിദ്ധൻ. അഥവാ യോഗികള് ഏതൊരു അണിമാദ്യ അഷ്ടൈശ്വര്യ സിദ്ധിക്കായിക്കൊണ്ട് പരിശ്രമിക്കുന്നുവോ ആ സിദ്ധികൾ മുഴുവൻ സ്വായത്തമായവൻ, സഹജമായവൻ
സിദ്ധ. അഥവാ സകല കാമങ്ങളും സകല കർമ്മങ്ങളും ആർക്ക് സിദ്ധമാണോ അവൻ. ഇങ്ങനെ അനേക അർത്ഥങ്ങൾ നമുക്ക് പറയാം സിദ്ധൻ എന്നുള്ളതിന്. ഭാഷ്യകാരൻ പറയുകയാണ് അനന്യ അധീന സിദ്ധിത്വാത് സിദ്ധ. മറ്റൊരാൾക്ക് അധീനമല്ലാത്ത സ്വേച്ഛയാ സകലവും വശത്തിലായതുകൊണ്ട് ഈശ്വരൻ സിദ്ധനാണ്. തുടർന്ന് ശത്രുജിത്. ശത്രുജിത് എന്ന് പറയുമ്പോൾ ശത്രുക്കളെ ജയിക്കുന്നവൻ. ഈ പ്രപഞ്ച വ്യവസ്ഥയാകുന്ന പ്രപഞ്ച താളമാകുന്ന ധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആസുരിക സ്വഭാവികളെ മുഴുവൻ തന്നെ അനായാസേന ജയിക്കുന്നവനാരോ അവൻ ശത്രുജിത്ത്. ശത്രുക്കളെ ജയിക്കുന്നവൻ. ഇവിടെ സമൂഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയ എന്ന ഭഗവത് വാക്യത്തിന് വിരുദ്ധമല്ലേ ഭഗവാന് ശത്രുക്കൾ ഉണ്ടെന്നുള്ള പരാമർശം എന്ന് സംശയിക്കേണ്ടതില്ല. കാരണം ഭഗവാനെ സംബന്ധിച്ച് ആരും ശത്രുവില്ല, ആരും പ്രിയപ്പെട്ട ആളും ഇല്ല. നമേ ദ്വേഷ്യോസ്തി ന പ്രിയ, എനിക്ക് ദ്വേഷ്യനുമില്ല എനിക്ക് പ്രിയനുമില്ല, അതാണ് പരമാർത്ഥം. എന്നാൽ ആരാണോ അവരുടെ ചെയ്തികളിലൂടെ ധർമ്മധ്വംസകരാകുന്നത് സ്വാഭാവികമായി അവർ നശിപ്പിക്കപ്പെടേണ്ടവരാണ്. ആര് ധർമ്മപോഷകരാകുന്നുവോ സ്വാഭാവികമായി അവർ രക്ഷിക്കപ്പെടേണ്ടവരാണ്. അല്ലാതെ വൈയക്തികമായ ശത്രുത്വമോ മിത്രത്വമോ ഭഗവാനില്ല. അവിടെ ക്രിയയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഫലം എന്നത് മനസ്സിലാക്കുക. ഇവിടെ ഭാഷ്യകാരൻ പറയുകയാണ് സുരശത്രവഃ ഏവ അസ്യ ശത്രവഃ താൻ ജയതീതി ശത്രുജിത്ത്. ദേവശത്രുക്കളാണ് ഭഗവാന്റെ ശത്രുക്കൾ, അവരെ ജയിക്കുന്നു എന്നുള്ളത് കൊണ്ട് ശത്രുജിത്. തുടർന്ന് ശത്രുതാപനഃ എന്നാണ്. ശത്രുതാപനഃ എന്ന് പറയുമ്പോൾ ശത്രുക്കളെ തപിപ്പിക്കുന്നവൻ. തപിപ്പിക്കുക, ചുട്ടുപൊള്ളിക്കുക. തൻ്റെ യുദ്ധപ്രാവീണ്യത്താൽ, തൻ്റെ ബലാതിശയങ്ങളാൽ ശത്രുക്കളെ മുഴുവൻ തപിപ്പിക്കുന്നവൻ, ഹിംസിക്കുന്നവൻ, പൊള്ളിക്കുന്നവൻ എന്നർത്ഥം. ശത്രുതാപനഃ. ഭാഷ്യകാരൻ പറയുകയാണ് സുരശത്രുണാം താപനഃ. ദേവശത്രുക്കളുടെ താപനനാണ്, തപിപ്പിക്കുന്നവനാണ് ഭഗവാൻ എന്ന്. ന്യഗ്രോധഃ. ന്യഗ്രോധഃ. ന്യഗ്രോധം എന്ന് പറയുമ്പോൾ വാച്യാർത്ഥം പേരാലെന്നാണ്. ന്യക്ക് രോഹതി, ന്യക്ക് താഴേക്ക്, ന്യക്ക് താഴേക്ക്, രോഹതി വളരുന്നു. അപ്പൊ താഴേക്ക് വളരുന്നതാണ് ന്യഗ്രോധം. പേരാലിൽ നിന്ന് ഓരോ കൊമ്പിൽ നിന്നും താഴേക്ക് വേടുകൾ ഇറങ്ങുകയാണ്. ആ വേടുകൾ ഭൂമിയിൽ പിടിച്ച് അവ പിന്നെ ശാഖയായി മാറി അങ്ങനെ അങ്ങനെ പേരാല് വളർന്ന് വളർന്ന് വളർന്നു പോകും. അതുകൊണ്ടാണ് പേരാലിന് ന്യഗ്രോധം എന്ന് പറയുന്നത്. ഇതുപോലെ തൻ്റെ പാരമാർത്ഥികമായ സ്വരൂപത്തിൽ നിന്ന് മായായുക്തമായി താഴേക്ക് വിഷയങ്ങളിലേക്ക്, ലോകങ്ങളിലേക്ക് വ്യാപിച്ച് നിലകൊള്ളുന്നവനാരോ അവൻ ന്യഗ്രോധം പോലുള്ളത് കൊണ്ട് ന്യഗ്രോധം. അവിടെ താഴേക്ക് വളരുക എന്ന സാമ്യമാണ് ന്യഗ്രോധവുമായി ഉള്ളത്. അതുകൊണ്ട് ന്യഗ്രോധം പോലുള്ളത് ന്യഗ്രോധം, ആ അർത്ഥത്തിൽ നമ്മൾ എടുക്കണം. ഭാഷ്യകാരൻ പറയുകയാണ് ന്യക്ക് അർവാഗ് രോഹതി
സർവേഷാം ഉപരിവർത്തത ഇതി ന്യഗ്രോധ. താഴേക്ക് വളരുന്നവൻ എന്ന് വെച്ചാൽ അർത്ഥം സർവേഷാം ഉപരിവർത്തത, എല്ലാത്തിൻ്റെയും മുകളിൽ വർത്തിക്കുന്നവൻ. ദേവന്മാർക്കും മനുഷ്യന്മാർക്കും തിര്യക്കുകൾക്കും എന്ന് വേണ്ട സ്ഥാവര ജംഗമാത്മകമായി ഉരുത്തിരിഞ്ഞ സമ്പൂർണ്ണ പ്രപഞ്ചത്തിനും ഉപരി വസിക്കുന്നവൻ. ഉപരി വസിക്കുന്നവനല്ലേ താഴേക്ക് വരാനൊക്കൂ. അപ്പൊ എല്ലാറ്റിനും ഉപരി വസിക്കുന്നവനാണ് ന്യഗ്രോധ. മറ്റൊരർത്ഥം പറഞ്ഞത് സർവാണി ഭൂതാനി ന്യകൃത്യ നിജമായാം വൃണോതി നിരുണദ്ധി ഇതി വ. സർവഭൂതങ്ങളെയും ന്യകൃത്യ, ന്യകൃത്യ എന്ന് പറഞ്ഞാൽ താഴേക്ക് തള്ളി മാറ്റിയിട്ട്, കീഴ്പ്പെടുത്തിയിട്ട്. അപ്പൊ സകല ഭൂതങ്ങളെയും ബ്രഹ്മാവ് തുടങ്ങി സകല ഭൂതങ്ങളെയും തള്ളിമാറ്റി താഴേക്കാക്കിയിട്ട് തൻ്റെ മായ കൊണ്ട് ആവരണം ചെയ്യുന്നവനാരോ അവൻ ന്യഗ്രോധ. തുടർന്ന് ഉദുംബരഹ. ഉദുംബരഹ, ഉദ് മുകളിൽ, അംബരഹ ആകാശം. അപ്പൊ അമ്പരത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് ഉദ്ഗതനായവൻ, വികസിച്ചവൻ, വ്യാപിച്ചവൻ. അപ്പൊ അമ്പര ശബ്ദത്തിന് അവിടെ ഭൂമിക്കും അന്തരീക്ഷത്തിനും ഉപരിയുള്ള ദ്വിലോകം എന്നർത്ഥമെടുക്കുക. അപ്പൊ ദ്വിലോകത്തിൽ നിന്ന് തന്നെ വികസിച്ച് വ്യാപിച്ചവൻ, സർവത്ര വ്യാപിച്ചിരിക്കുന്നവൻ. അതിന് ന്യഗ്രോധ എന്ന് നമ്മൾ പറഞ്ഞ അതേ അർത്ഥമാണ് കിട്ടുക. ഉപരി, സർവത്തിനും ഉപരി വർത്തിച്ച് വ്യാപിച്ചിരിക്കുന്നവനാരോ അവൻ ഉദുംബരഹ. ഭാഷ്യകാരൻ പറയാണ് അംബരാദുദ്ഗത, അമ്പരത്തിൽ നിന്ന് ഉദ്ഗമിച്ചവൻ, കാരണത്വേന, സർവത്തിൻ്റെയും കാരണമായി നിലകൊള്ളുന്നവൻ. അല്ലെങ്കിൽ മറ്റൊരർത്ഥം പറയാണ് ഉദുംബരം അന്നാദ്യം. ഉദുംബരം എന്ന ശബ്ദം കൊണ്ട് ഭക്ഷ്യമായ അന്നത്തെ അർത്ഥമാക്കുന്നു. ഇപ്പൊ ഭക്ഷ്യമായ, ഭക്ഷിക്കത്തക്ക അന്നം. അങ്ങനെ വരുമ്പോ സകല പ്രപഞ്ചത്തിനും അഥവാ സകല പ്രപഞ്ചത്തിലും അന്നരൂപത്തിൽ നിലകൊള്ളുന്നവൻ. ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അന്നവും അത്താവും ഭഗവാൻ തന്നെയാണെന്ന്. ഭക്ഷിക്കുന്നവനും ഭക്ഷ്യവും ഭഗവാൻ തന്നെയാണ്. ആ അർത്ഥത്തിൽ അന്നം എന്നെടുക്കാം. അങ്ങനെ അന്നരൂപത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പോഷിപ്പിക്കുന്നവനാണ് ഉദുംബരഹ. അപ്പൊ അവിടെ ഒരു സംശയം വരും, ഉദുംബരം എന്നുള്ളതിന് അന്നം എന്ന് സാമാന്യമായ അർത്ഥം ഇല്ലല്ലോ. ഉദുംബരം എന്ന് പറയുമ്പോൾ സാമാന്യമായിട്ട് അത്തിപ്പഴത്തിന് പറയുന്ന പേരാണ്, അത്തിക്കായക്ക് പറയുന്ന പേരാണ്. അപ്പൊ അതിന് അന്നമെന്ന് അർത്ഥമില്ലല്ലോ എന്ന് സംശയം വരാം. അവിടെ ഭഗവാൻ ഭാഷ്യകാരൻ ഒരു ശ്രുതി ഉദ്ധരിക്കുന്നുണ്ട്, ഊർഗ്വ അന്നാദ്യമുദുംബരം എന്നൊരു ശ്രുതി. ഇത് എവിടെ നിന്നാണെന്ന് അറിയില്ല, ഏതായാലും വേദത്തിൽ നിന്നാണ്. ഉദുംബരം ആദ്യമായ അന്നമാണ്, ഭക്ഷ്യമായ അന്നമാണ് എന്നാണ് ആ ശ്രുതിയുടെ അർത്ഥം. അങ്ങനെ ഉദുംബരഹ. ഇവിടെ ന്യഗ്രോധ എന്ന് ഉള്ളിടത്തും അനന്തരം ഉദുംബര എന്നും വരുമ്പോ ന്യഗ്രോധ എന്നുള്ളതിന്റെ വിസർഗം ലോപിക്കാം.
വിസർഗം ലോപിച്ചാൽ ന്യഗ്രോധ നാവും. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാണിനീയ വ്യാകരണം അനുസരിച്ച് ന്യഗ്രോധ എന്ന അകാരം ഉദുംബര എന്നുള്ളതിന്റെ ഉകാരമായിട്ട് ഒരിക്കലും സന്ധി വരില്ല, ആദ്ഗുണ വരില്ല. കാരണം അത് അസിദ്ധമായതുകൊണ്ട്. അപ്പൊ ഇവിടെ സന്ധി വന്നത് ഛാന്ദസമാണ് അഥവാ ആർഷപ്രയോഗമാണ് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ആർഷപ്രയോഗങ്ങളിൽ ധാരാളം അപാണിനീയ പ്രയോഗങ്ങളുണ്ട്. അത് മനസ്സിലാക്കുക. നമ്മളാരെങ്കിലും അപാണിനീയമായ പ്രയോഗം ചെയ്താൽ വൈയാകരണന്മാർ അത് തെറ്റാണെന്ന് പറയും. പക്ഷേ ഋഷിമാർ പ്രയോഗിച്ചതിനെ തെറ്റെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ആർഷം എന്നേ പറയാൻ പറ്റൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അശ്വത്ഥഃ, അശ്വത്ഥഃ, അശ്വത്ഥഃ എന്നുള്ളതിൻ്റെ വാച്യാർത്ഥം അരയാലെന്നാണ്. ന്യഗ്രോധ പേരാല് പറഞ്ഞതുപോലെ അരയാല്. വാക്കിന്റെ അർത്ഥം ചിന്തിച്ചാൽ ന ശ്വഹ സ്ഥാത ഇതി അശ്വത്ഥഃ, നാളെ നിൽക്കാത്തത്, അതാണ് അശ്വത്ഥം. നാളെ നിലനിൽക്കാത്തത് എന്തോ അത് അശ്വത്ഥം. നമുക്ക് മുമ്പിൽ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം മുഴുവൻ ഇപ്പൊ ഉണ്ടെന്ന് പറയാം. ഇതാ ഇപ്പൊ കാണുന്നു, ഇപ്പൊ അനുഭവിക്കപ്പെടുന്നു എന്ന് പറയാം എന്നല്ലാതെ നാളെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, നാളെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. കേവലം ഇപ്പൊ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പൊ പ്രതീതമായിട്ടുണ്ടെന്ന് പറയാനേ പറ്റൂ. നാളെ ഉണ്ടെന്ന് പറയാൻ പറ്റാത്തത് എന്തോ അതാണ് അശ്വത്ഥഃ. ഈ സംസാരം തന്നെ, ഈ സംസാരത്തെ മുഴുവൻ അശ്വത്ഥമായി കൽപ്പിക്കുന്നത് ഉപനിഷത്ത് പ്രസിദ്ധമാണ്. കഠോപനിഷത്തിൽ ഊർധ്വമൂലോ വാക്ശാഖ ഏഷോശ്വത്ഥ സനാതന എന്നുണ്ട്. അതിനെ തന്നെ ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ അനുവാദം ചെയ്തിട്ടുണ്ട്. ഊർധ്വമൂല മധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം എന്ന്. അതിൻ്റെ വളരെ വിസ്തൃതമായ ആഖ്യാനം നമുക്ക് ലിംഗപുരാണത്തിൽ കാണാം. അവിടെ അംഗപ്രത്യംഗങ്ങളായി ആ അശ്വത്ഥത്തെ വർണ്ണിച്ചിട്ടുണ്ട് പുരാണത്തിൽ. അപ്പൊ ഈ സംസാരം തന്നെ ഭഗവാൻ എന്നുള്ള നിലയ്ക്ക് അശ്വത്ഥഃ എന്നെടുക്കാം. ഭാഷ്യകാരൻ പറയുകയാണ്, ശോ അപീന സ്ഥാത ഇതി അശ്വത്ഥഃ, നാളെ നിലനിൽക്കാത്തവൻ അശ്വത്ഥഃ. ഊർധ്വമൂലോ വാക്ശാഖ യേശോശ്വത്ഥ സനാതനഃ ഇതി ശ്രുതേഹേ. ഊർധ്വമൂലമധശാഖമശ്വത്ഥം പ്രാഹുരവ്യം ഇതി സ്മൃതേഹേ എന്നൊക്കെ ഭാഷ്യകാരൻ ശ്രുതി സ്മൃതികളെ ഉദ്ധരിക്കുകയാണ്. തുടർന്ന് ചാണൂരാന്ധ്രനിഷൂദനഃ, ഭഗവാൻ ആദ്യമായിട്ട് മധുരയിലേക്ക് തിരിച്ചു ചെന്നത്, മധുരയിൽ ജനിച്ചു, അവിടെ നിന്ന് ഗോകുലത്തിലേക്കും വൃന്ദാവനത്തിലേക്കും ഒക്കെ വന്നു. അനന്തരം മധുരയിലേക്ക് തിരിച്ചു പോകുന്നത് കംസ നിഗ്രഹത്തിനായിക്കൊണ്ടാണ്. ആദ്യമായിട്ട് അപ്പോഴാണ് പോകുന്നത്. അങ്ങനെ കംസനെ നിഗ്രഹിക്കാൻ പോകുന്ന സമയത്ത് ആദ്യം തന്നെ കംസന്റെ മല്ലന്മാരെയാണ് നിഗ്രഹിക്കുന്നത്. അവരിൽ ആദ്യം ഭഗവാൻ ചാണൂരൻ എന്നുള്ള മല്ലനെയാണ് നിഗ്രഹിക്കുന്നത്. മല്ലന് പറയുന്ന പേരാണ് അന്ധ്രൻ എന്നുള്ളത്. ഇപ്പൊ ചാണൂരന്ധ്രൻ എന്ന് പറഞ്ഞാൽ ചാണൂരൻ എന്ന ആന്ധ്രൻ, ചാണൂരൻ എന്ന മല്ലൻ, അയാളെ നിഷൂദനം ചെയ്തവൻ, കൊന്നവൻ. ഇനി മറ്റു ചില വ്യാഖ്യാനങ്ങൾ ആന്ധ്രദേശത്തു നിന്നുള്ള മല്ലനാണ് ചാണൂരൻ എന്നാണ്. ഇപ്പൊ കംസന്റെ മല്ലന്മാരിൽ ആന്ധ്രദേശത്തിൽ നിന്ന് വന്ന ആളാണ്, അഥവാ ആന്ധ്രകുലത്തിൽ നിന്ന് വന്ന ആളാണ് ചാണൂരൻ എന്ന്. അങ്ങനെയായാലും ചാണൂരൻ എന്ന ആന്ധ്രനെ നിഷൂദനം ചെയ്തവൻ, നിശേഷേണ സൂദനം ചെയ്തവൻ എന്നർത്ഥം. ഭാഷ്യകാരൻ പറയുകയാണ്, ചാണൂരനാമാനം
അന്ധ്രം നിഷൂദിതവാൻ, ചാണൂരനെന്ന് പേരുള്ള അന്ധ്രനെ കൊന്നവൻ. ചാണൂരാന്ധ്ര നിഷൂദന. അങ്ങനെ ഈ ശ്ലോകത്തിൽ മൊത്തം സുലഭ, സുവ്രത, സിദ്ധ, ശത്രുജിത്, ശത്രുതാപന, ന്യഗ്രോധ, ഉദുംബര, അശ്വത്ഥ, ചാണൂരാന്ധ്ര നിഷൂദന, ഇങ്ങനെ 9 പേരുകളാണ് ഉള്ളത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.